ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് ഫുള്ള് കാണാൻ നല്ല എന്താ പറയുക, ഒരു സ്കൂൾ പ്രൊജക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അക്വേറിയം ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു കാഡ്ബറി സെലിബ്രേഷൻ്റെ ഒരു പെട്ടി കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ ഒരു ഐഡിയയും കിട്ടാതെ അപ്പോൾ ഞാൻ ആ ഒരു കാര്യം തന്നെ വിട്ടിട്ടോ. പക്ഷേ പിന്നെ അങ്ങനെ വിചാരിച്ചു, പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ നോക്കി ഓരോ ഐറ്റംസൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ ഇതുപോലെ അക്വേറിയം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ ഒരു ബോക്സിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബോക്സ് ആദ്യം തന്നെ ഞാൻ കീറെടുത്തിക്കല്ല, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് പൊളിച്ചെടുത്തിക്കാണ്. നമുക്ക് പിന്നെയും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഈ ഒരു ബൗളില്ലേ, ഫിഷ് ബൗൾ, അതിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് 2 ഫിഷ്, പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രാസ്, പിന്നെ ആ ഒരു ഷെല്ലിൻ്റെ ആ പേൾസിൻ്റെ ഷെല്ല്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പേപ്പറായിട്ട് ഇതൊക്കെ ഐവറി ഷീറ്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3D എഫക്റ്റിൽ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിഷിന് ഞാൻ കണ്ണും വായും വരച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ ഒരു കണ്ണിന് ബ്ലാക്ക് കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ വായ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ അതിൻ്റെ ഔട്ടർ പോർഷനിൽ ആ ഒരു പെട്ടിയിലുള്ള ബോക്സിലുള്ള ആ ഒരു കളറൊക്കെ ഞാനൊരു പേസ്റ്റൽ കളർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ബ്ലൂ കളറാണല്ലോ വേണ്ടത്, വെള്ളമല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉൾഭാഗത്ത്. എത്രയാണോ ഇതിങ്ങനെ അളവെടുത്തിട്ട് വരച്ചാൽ അത്രയും കളർ നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുക്കുന്നുണ്ട്. ഇതിൽ വേവ്സൊക്കെ കടലിൻ്റെ അടി പോലൊക്കെ എന്താണെന്നറിയില്ല, ഒരു ഭംഗിക്ക് ചെയ്യാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ പക്കായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വേവ്സ് പോലെ ഞാൻ ഇതിങ്ങനെ ഒരു ജസ്റ്റ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്, ഇതൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഗ്ലിറ്റർ പേപ്പറാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഗോൾഡനോ സിൽവറോ കളറിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയായാലും ഭംഗിയാണ്. ജസ്റ്റ് അതേ കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3D എഫക്റ്റിൽ ഈ ഫിഷൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ 2 കാർഡ്ബോർഡ്സ് വെട്ടിയെടുത്തിട്ട് തമ്മിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേൽഭാഗത്താണ് ഞാൻ ഈ ഫിഷിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫിഷ് അങ്ങോട്ടും ഒരു ഫിഷ് ഇങ്ങോട്ടുള്ള രീതിയിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൗളിൻ്റെ ഉള്ളിൽ തന്നെ ഇതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ബൗൾ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ ബൗളിലൂടെ കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് എല്ലാവരും ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ല എളുപ്പമുള്ള നല്ല അടിപൊളി ക്രാഫ്റ്റാണ്. പ്രോജക്റ്റായിട്ടൊക്കെ ഇത് ചെയ്താൽ നല്ല ഒരു റിസൾട്ടായിട്ട്. ഇതിപ്പോൾ അതേപോലെ എക്സിബിഷനൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. സ്കൂളിലൊക്കെ ചെറിയ മക്കൾക്ക് എക്സിബിഷനൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആദ്യം ഒരു ഫിഷിനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ ഫിഷിനെ അതുപോലെ 3D എഫക്റ്റിൽ തന്നെ ഈ പേളിൻ്റെ ഈ ഒരു ഷെല്ല് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ ഗ്രാസുകൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സീൻ്റെ അടിയിൽ എന്തൊക്കെയാണോ കാണുന്ന ആ ഐറ്റംസൊക്കെ അതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കട്ടെ. ഞാൻ വളരെ മിനിമലായിട്ടുള്ള സംഗതികളെ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഗിവ് അവേൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഇന്ന് പോസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക കറക്റ്റിൽ വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ OHP ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ട്രാൻസ്പെറൻറ്റ് നമ്മൾ ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ഷീറ്റ്. പക്ഷേ ഇതില്ലാത്തൊരു വിഷമിക്കണം, നമുക്ക് ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമല്ലോ കവർ, അത് വെച്ചിട്ട് കവർ ചെയ്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതൊരു ഭംഗിക്ക് ഒരു ബൗളിൻ്റെ ഉള്ളിലാണ് എന്നുള്ള ആ ഒരു തോന്നലിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഇങ്ങനെയാണ് ഞാൻ കീറിയെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ്, അല്ലാതെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കട്ട് ചെയ്ത് മാറ്റിയാൽ ഭയങ്കര റിസ്ക് ആട്ടോ. അപ്പോൾ അവസാനം സ്റ്റാപ്ലൈ ചെയ്ത് കൊടുത്തു. അടിഭാഗത്തെ ആയതുകൊണ്ട് സ്റ്റാപ്ലൈ ചെയ്തത് ആരും കാണൂല. പിന്നെ ഈ 2 ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്കിത് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നി കേട്ടോ. നേരിട്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണാൻ നല്ല വൃത്തിയുണ്ട് അല്ലേ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ആ മേടിച്ച 3 വാഷി ടൈപ്സ് ഉണ്ടല്ലോ, അതിലൊരു വാഷി ടൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ബോർഡറിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പാണ് ശരിക്ക്. അപ്പോൾ ഞാൻ നേരിട്ട് കാണാൻ ബ്ലാങ്ക് ആയതുകൊണ്ട് ചെയ്ത് കൊടുത്തതാട്ടോ. പിന്നെ എനിക്ക് ബ്ലാങ്ക് ആയിട്ട് അതിൻ്റെ ആ ഒരു ബോർഡറിൽ ഇങ്ങനെ ആ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഒരു ബോറുള്ള പോലെ തോന്നിയപ്പോൾ ഞാനൊരു പേസ്റ്റൽ ഷെയ്ഡ് ഒരു പിങ്ക് എടുത്തിട്ട് ബോർഡർ വരച്ച് കൊടുക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല, അത് മാത്രം മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. പിന്നെ വാഷി ടൈപ്സ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് വോളിലൊക്കെ അത് പേസ്റ്റ് ചെയ്ത് വെക്കാം ഈ ബോക്സോട് കൂടിയിട്ട്. നല്ല ഭംഗിയായിട്ടോ കാണാൻ, ഒരു വെറൈറ്റിയാണ്. ഞാനിത് എവിടെ അങ്ങനെ കണ്ടിട്ടില്ല.
അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ പ്രോജക്ട്സൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക, നല്ല എളുപ്പമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരും ഞാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഷോർട്സൊക്കെ കാണും. ഞാൻ ഷോർട്സിൽ ഇപ്പോൾ വെറൈറ്റി ആയിട്ടാണ് ഹായ് ഒക്കെ പറയാറുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.